എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നാദിർഷ സംവിധാനം ചെയ്ത മാജിക് മഷ്റൂം എന്ന സിനിമയുടെ ഒരു ടൈം ട്രാവൽ ടീസർ എന്ന പേരിൽ ഒരു ചെറിയ ടീസർ അവർ പുറത്തിറക്കിയിരുന്നു. സമീപകാലത്ത് വളരെ ചർച്ചാവിഷയമായ ബസ്സിലെ സ്ത്രീയുടെ ഇടപെടൽ മൂലം മരണപ്പെട്ട ദീപകിന്റെ വാർത്ത നമ്മൾ കേട്ടതാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആ വിഷയം കെട്ടണയുന്നതിന് മുൻപ് ആ ടോപ്പിക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ചെറിയ ടീസർ അവർ പുറത്തിറക്കിയത്. ഈ സമയത്ത് ഇത്ര അടുത്ത് പോയിന്ന് അതിന് ഞാൻ ഗ്യാപ്പിട്ടല്ലേ അവള് വീഡിയോ നിർത്തറില്ല. ഇതൊരു തരം പ്രമോഷനാണ്. ഇല്ലാത്ത ഒരു ഡയലോഗ് ആളുകളുടെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ വേണ്ടി വീണ്ടും റീഡപ്പ് ചെയ്ത് ടീസറിൽ ഉൾപ്പെടുത്തി പ്രേക്ഷക ശ്രദ്ധ കൊടുക്കുക എന്നത്. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. ആലപ്പുഴ ജിംഖാനയിലെ നസ്ലിന്റെ പോസ്റ്റർ കാണിച്ച് നസ്ലിന്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമയാണെന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചതും, മോഹൻലാലിന്റെ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞ് ഫേക്ക് പ്രമോഷൻ കൊടുത്തതും, സിനിമയിൽ ഉൾപ്പെടുത്താത്ത BGM മിന്നൽ മുരളിയിലെ ടീസറിൽ മാത്രം ഉൾപ്പെടുത്തുകയും സിനിമയിൽ ഇല്ലാത്ത യുദ്ധരംഗങ്ങൾ പോസ്റ്ററിൽ മാത്രം കാണിച്ച് പ്രേക്ഷകരെ പറ്റിച്ച മാമാങ്കവും ഇതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ സിനിമയിൽ ഇല്ലാത്ത കാര്യങ്ങൾ സിനിമയുടെ പ്രമോഷന് വേണ്ടി കാണിച്ച് മനഃപൂർവ്വം പ്രേക്ഷകരെ പറ്റിച്ച ചില സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കാതൽ ദ കോർ 2023 ജിയോ ബേബി സിനിമയാണ് കാതൽ ദ കോർ. മമ്മൂട്ടിയും ജ്യോതികയും സിനിമയിലെ പ്രധാന കഥാപാത്രമായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥ എന്തായിരിക്കുമെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് അതിയായ ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ സ്വവർഗ അനുരാഗം എന്ന വിഷയമാണ് സിനിമയുടെ കഥയെന്ന് പ്രേക്ഷകർ അറിയാതിരിക്കാൻ വേണ്ടി സിനിമയുടെ അണിയറ പ്രവർത്തകർ മനഃപൂർവ്വം ഇല്ലാത്ത ഒരു ഫേക്കായ കഥ സിനോപ്സിസ് ആയിട്ട് പുറത്തുവിട്ടു. നാട്ടിലൊരു ഇലക്ഷൻ വരികയും ഭാര്യാഭർത്താക്കന്മാരായ മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും ഇടയിലേക്ക് ആ ഇലക്ഷൻ കൊണ്ടുവരുന്ന ഈഗോ പ്രശ്നങ്ങൾ മാത്രമാണ് സിനിമയുടെ കഥ എന്നാണ് അവർ ആ സമയത്ത് പല മാഗസിനിലും സൈറ്റുകളിലും സിനിമയുടെ സിനോപ്സിസ് ആയിട്ട് കൊടുത്തത്. യഥാർത്ഥ കഥ പ്രേക്ഷകർ അറിയാതിരിക്കാൻ വേണ്ടി ചില കള്ളത്തരങ്ങൾ സിനിമയുടെ പ്രമോഷനിൽ ഉൾപ്പെടുത്തി പ്രേക്ഷകരെ പറ്റിക്കാമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ സിനിമ. കുറുപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിന്റെ കഥ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് കുറുപ്പ്. എന്നാൽ ഇതിനു മുൻപ് 1984 NH-47 എന്ന സിനിമ ഇതേ സുകുമാരക്കുറുപ്പിനെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന സിനിമയിൽ സുകുമാരക്കുറുപ്പിന്റെ കഥ തന്നെയാണോ അതോ സിനിമാറ്റിക്കായി അവർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം പ്രേക്ഷകരുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു ചെറിയ ടീസർ പുറത്തുവിട്ടു. ആ ടീസറിൽ എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ കഥാപാത്രം കൃത്യമായി പറയുന്നുണ്ട് സുകുമാരക്കുറുപ്പെന്ന്. പക്ഷേ സിനിമ റിലീസായപ്പോൾ സിനിമയിൽ ഒരിടത്തും സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നില്ല. സുകുമാരക്കുറുപ്പിന് പകരം സുധാകരക്കുറുപ്പ് എന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുമാത്രമല്ല, സുകുമാരക്കുറുപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ടല്ല സിനിമയിൽ കാണിച്ചിട്ടുള്ളതും. സുകുമാരക്കുറുപ്പിന്റെ അതേ കഥയാണ് സിനിമയിൽ ഞങ്ങൾ കാണിക്കുന്നത് എന്ന് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ടീസറിൽ മനഃപൂർവ്വം അവർ റീഡബ് ചെയ്ത് സുകുമാരക്കുറുപ്പ് എന്ന ഒരൊറ്റ ഡയലോഗ് അവർ പ്രമോഷന് വേണ്ടി ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. സിനിമയുടെ പ്രമോഷന് വേണ്ടി ഇറക്കിയ ടീസറൊക്കെ കണ്ട് സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ സിനിമാ തിയേറ്ററിൽ പോയ പ്രേക്ഷകരാണ് പറ്റിക്കപ്പെട്ടത്. എന്താലേ. ഡിജോ ജോസ് ആന്റണി തെറ്റായ പ്രമോഷൻ ചെയ്ത് പ്രേക്ഷകരെ ഒരുപാട് തവണ വിഡ്ഢിയാക്കിയ ഒരു സംവിധായകനാണ് ഡിജോ ജോസ് ആന്റണി. ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ 2018 ക്യൂൻ പുറത്തിറങ്ങുന്നതിന് മുൻപ് 29 സെക്കൻഡിന്റെ ഒരു മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ക്യൂൻ എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ കേന്ദ്രമാക്കിയാണ് സിനിമ പുറത്തു വരുന്നത് എന്നാണ് അതിലൂടെ സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് 2.5 മിനിറ്റിന്റെ ഒരു ട്രെയിലറും പുറത്തു വന്നിരുന്നു. ട്രെയിലറിൽ ഉടനീളം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഫൈറ്റും ഡാൻസും പാട്ടും അങ്ങനെ ആകെ മൊത്തം കളർഫുൾ കോമഡി പരിപാടിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ഒരു പെൺകുട്ടി വരുന്നതും പിന്നീടുള്ള രസകരമായ മുഹൂർത്തങ്ങളാണ് ട്രെയിലറിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് സിനിമ ഇറങ്ങിയപ്പോൾ മോഷൻ പോസ്റ്ററിലും ട്രെയിലറിലും കാണിച്ച പോലെയൊന്നുമല്ല കഥ. ക്യൂൻ എന്ന പേരിൽ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള കഥയല്ല, പകരം നാട്ടിൽ നടക്കുന്ന ഒരുപാട് പൊളിറ്റിക്സും സാമൂഹ്യ പ്രശ്നങ്ങളുമാണ് അവർ ആ സിനിമയിൽ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഒറിജിനൽ കഥയുടെ 1% പോലും ട്രെയിലറിലും മോഷൻ പോസ്റ്ററിലും കാണിക്കാതെ ഒരു ക്യാമ്പസ് കോമഡി സിനിമയാണെന്ന് കരുതി എല്ലാവരും ടിക്കറ്റ് എടുത്തപ്പോൾ പ്രേക്ഷകർ കണ്ടത് വേറൊരു സിനിമയാണ്. ഈ സംവിധായകന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു 2022 ജനഗണമന. പതിവ് പോലെ ഈ സിനിമയ്ക്കും 2 മിനിറ്റ് 26 സെക്കൻഡിന്റെ ഒരു ടീസർ ഉണ്ടായിരുന്നു. ഒരു ഇന്റർഗേഷൻ റൂമില് പൃഥ്വിരാജിന്റെയും സുരാജിന്റെയും കഥാപാത്രങ്ങളുടെ സംഭാഷണവും അതിലെ പൊളിറ്റിക്സും കാണിച്ചെങ്കിലും ടീസർ കണ്ട ആളുകൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രം പ്രതിയായത്, മംഗലാപുരത്ത് സംഭവിച്ച യഥാർത്ഥ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ സിനിമ ഉണ്ടാക്കിയത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ കൊണ്ടെത്തിച്ചു. അതിനുശേഷം 4 മിനിറ്റ് 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വലിയ ട്രെയിലറും അവർ ഈ സിനിമയ്ക്ക് വേണ്ടി പുറത്തിറങ്ങി. പതിവ് പോലെ ഈ ട്രെയിലറിലും പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനെ നിഗൂഢതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ പൊട്ടിത്തെറിയും ഒച്ചപ്പാടും ബഹളവും വേറെ. ഇതൊക്കെ കണ്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് ട്രെയിലറിലും ടീസറിലും കാണിക്കുന്ന ഒന്നും സിനിമയിലില്ല എന്ന്. ഇവർ പുറത്തിറക്കിയ ട്രെയിലറിലും ടീസറിലും ഉള്ളത് സിനിമയുടെ സെക്കൻഡ് പാർട്ടിലെ സംഭവങ്ങളാണെന്ന് പറഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായത്. സീക്വലിൽ വരുന്ന 2 സീക്വൻസുകൾ
പ്രൊമോ മെറ്റീരിയൽ ആയിട്ട് കാണിച്ചിട്ട് ഇതിന് മുമ്പ് എന്നാൽ സിനിമ പുറത്തിറങ്ങിയിട്ട് 4 വർഷമായിട്ടും ഇതുവരെയും ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ, അതെപ്പോ വരുമെന്നുള്ള കാര്യത്തിൽ അവരൊന്നും ഇതുവരെയും ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല. എന്നാണ് സുരാജ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു ട്രെയിലറും ടീസറും കാണിച്ച് അവർ പ്രേക്ഷകരെ പറ്റിച്ചത്? ഇദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമയായിരുന്നു 2024 പുറത്തിറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ. ഒരുപാട് ബോംബുകൾക്ക് ശേഷം നിവിൻ പോളി തിരിച്ചെത്തിയെന്ന് ഇവർ തന്നെ അവകാശപ്പെട്ടുകൊണ്ട് 6 മിനിറ്റ് 57 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വലിയ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറക്കിയിരുന്നു. പഴയ നിവിൻ പോളി തിരിച്ചെത്തുന്നു എന്ന് കാണിക്കുന്ന ഒരുപാട് കോമഡി രംഗങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില നർമ്മങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു വീഡിയോ പുറത്തുവിട്ടത്. ഒരു മുഴുനീള കോമഡി സിനിമയാണെന്ന് പ്രേക്ഷകരെ വിശ്വസിപ്പിച്ച് പിന്നീട് തിയേറ്ററിൽ പോയി പ്രേക്ഷകർ കണ്ടത് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത പതിവ് പോലെ ഒരുപാട് ദേശീയ അന്തർദേശീയവുമായ പൊളിറ്റിക്സും മതവും ഡിപ്ലോമാറ്റിക് പരിപാടികളും കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇവിടെയും പതിവ് പോലെ പ്രേക്ഷകർ പറ്റിക്കപ്പെട്ടു. ഇനി അടുത്തത് വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പള്ളിച്ചട്ടമ്പയാണ്. പതിവ് പോലെ ടൊവിനോയെ കേന്ദ്രമാക്കിയ ഒരു പ്രൊമോഷൻ വീഡിയോ ഉറപ്പാണ്. ശരിക്കും ഇതൊരു തെറ്റായ പ്രൊമോഷൻ പരിപാടിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ടെലിവിഷനിലൂടെ റിലീസ് ചെയ്ത മലയാള സിനിമയാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് 2020 മാർച്ച് 7-ാം തീയതിയാണ്. ഇതിനും കൃത്യം ഒരു മാസം മുൻപ്, അതായത് 2020 ജനുവരി 31 ഒരു കോളേജിലെ ഫംഗ്ഷനിൽ പോയ ടൊവിനോ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് കയറ്റി മൈക്കിലൂടെ കൂവിച്ച സംഭവം അന്ന് വലിയ വാർത്തയായിരുന്നു. ഈ ഒരു സംഭവം അത്യാവശ്യം വൈറലായപ്പോൾ സിനിമയുടെ ട്രെയിലറിൽ സ്റ്റേജിൽ വന്ന് കൂവുന്നതിനെ കുറിച്ച് ടൊവിനോ തന്നെ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ആ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സീനോ ഡയലോഗോ ഒന്നുമില്ല. ട്രെയിലർ കണ്ട പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഒരു പ്രൊമോഷൻ ടൂൾ മാത്രമായിരുന്നു ടൊവിനോ റീഡബ് ചെയ്ത ആ ഒരു ചെറിയ ഡയലോഗ്. ഒരു വലിയ കൂട്ടം പ്രേക്ഷകരെ മൊത്തത്തിൽ പറ്റിച്ച ഒരു സിനിമയാണ് ശങ്കറിന്റെ 2015 സമയത്ത് 150 കോടി ചിലവാക്കിയ ചിത്രത്തിലെ വിഷ്വൽസ് കണ്ടപ്പോൾ ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണോ, ഫാന്റസി സിനിമയാണോ, അതോ പാരലൽ വേൾഡിലെ ഏതെങ്കിലും ആക്ഷൻ സിനിമയാണോ എന്നൊക്കെ സംശയിച്ചു പോയി. പ്രത്യേകിച്ചും സിനിമയുടെ പോസ്റ്ററിലുടനീളം വിക്രം ഒരു ഭീകരജീവിയായി വരുന്നതും ആ ഭീകരജീവിയായി ഒരു മുഴുനീള പാട്ട് തന്നെ അവർ പിന്നീട് റിലീസാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ഭീകരജീവിയുടെ വ്യത്യസ്ത ഫോട്ടോകൾ വെച്ചിട്ടായിരുന്നു അവർ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തിയിരുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ചൈന, മലേഷ്യ തുടങ്ങി സൗത്ത് ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ പോസ്റ്റർ അവർ പ്രൊമോഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയായിരുന്നു അതോടൊപ്പം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെന്നൈയിൽ സാക്ഷാൽ അർണോൾഡിനെ വരെ അവർ കൊണ്ടുവന്നു. ഇനി അർണോൾഡ് എങ്ങാനും ആ സിനിമയിൽ ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രേക്ഷകർ ആ സമയത്ത് ചിന്തിച്ചിരുന്നു. പ്രൊമോഷന് വന്ന അർണോൾഡ് മുഖ്യമന്ത്രിയായ ജയലളിതയെ കണ്ടതുമെല്ലാം സിനിമയുടെ ഹൈപ്പ് വർദ്ധിപ്പിച്ചു. ആ സമയത്ത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ഓഡിയോ ലോഞ്ച് എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമ തിയേറ്ററിൽ പോയി പ്രേക്ഷകർ കണ്ടപ്പോൾ സിനിമയുടെ കഥയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പാട്ടിൽ മാത്രം വന്നു പോകുന്ന ഒരു ഭീകരരൂപം മാത്രമായിരുന്നു വിക്രത്തിൻ്റെത്. ഇത്രയും കോടികൾ ചെലവഴിച്ച് ഒരു പാട്ടിൽ മാത്രം കാണിക്കാവുന്ന ഈ ഒരു ഭീകരരൂപത്തിന്റെ ഫോട്ടോ വെച്ച് പ്രൊമോഷൻ ചെയ്ത് ശരിക്കും പ്രേക്ഷകരെ പറ്റിക്കുകയായിരുന്നു ഇവരെല്ലാം. എന്നാൽ അന്ന് തുടങ്ങിയതാണ് ശങ്കറിന്റെ കഷ്ടകാലം. പിന്നീട് ഒരു സിനിമയും മര്യാദയ്ക്ക് ഓടിയിട്ടില്ല. തഗ് ലൈഫ്. തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കാം എന്നാണ് ഈ സിനിമയെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ എഴുതിയത്. 38 വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും കമൽഹാസനും ഒരു സിനിമ ചെയ്യുന്നു. ഇത്രയും മതി ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കയറാൻ. ഇതിന്റെ കൂടെ 2 മിനിറ്റ് 55 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു അനൗൺസ്മെന്റ് വീഡിയോയും അവർ പുറത്തുവിട്ടിരുന്നു. ഇതുവരെയും കാണാത്ത മേക്കിംഗ് വിഷ്വൽസുമാണ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നായകന് ശേഷം മണിരത്നം കമൽഹാസനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്തോ വലിയൊരു സംഭവമാണെന്ന് ഈ ഒരു ഫേക്കായ വീഡിയോയിലൂടെ അവർ പ്രേക്ഷകരെ പറഞ്ഞു പറ്റിച്ചു. വാസ്തവത്തിൽ ഈ ഒരു പ്രൊമോഷൻ വീഡിയോയും സിനിമയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, സിനിമ അത്രയും മോശമായതുകൊണ്ട് ഡിസാസ്റ്ററായി. സിനിമയുടെ യഥാർത്ഥ കഥയുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു അനൗൺസ്മെന്റ് വീഡിയോ അവർ ചെയ്തത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കുമ്പളങ്ങി നൈറ്റ്സ്. 4 സഹോദരങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് 2019 കുമ്പളങ്ങി നൈറ്റ്സ്. ഈ സിനിമയുടെ റിലീസിന് മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടീസർ അവർ പുറത്തിറക്കിയിരുന്നു. ദൂരദർശന്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന 4 സഹോദരങ്ങളും അവരുടെ സ്നേഹവും ഐക്യവുമാണ് ടീസറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പക്ഷേ സിനിമ റിലീസായപ്പോൾ ഈ ടീസറിൽ കാണിച്ചതൊന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇതൊരു പക്ക പ്രൊമോഷണൽ വീഡിയോ ആയിരുന്നു. എന്നാൽ ടീസറിൽ കാണിച്ചിരിക്കുന്നത് പോലെയൊന്നുമല്ല. 4 വ്യത്യസ്ത സ്വഭാവമുള്ള സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സിനിമയിൽ കൂടുതലായി പരാമർശിക്കുന്നത്. ദ കേരള സ്റ്റോറി. 2023 പുറത്തിറങ്ങിയ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി. ഈ സിനിമയുടെ ട്രെയിലറിലും ടീസറിലും അവർ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു കൊണ്ടുവന്ന ഒരു പ്രൊമോഷൻ മെറ്റീരിയൽ ആയിരുന്നു 32,000 എന്ന സംഖ്യ. അതായത് കേരളത്തിൽ പല വർഷങ്ങളിലായി 32,000-ഓളം സ്ത്രീകളെ കാണാതെ പോയെന്നും അവരെ എല്ലാം പിന്നീട് നിർബന്ധിച്ച് കൺവേർട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് അവർ ട്രെയിലറിലൂടെയും ടീസറിലൂടെയും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കാണിച്ചത്. എന്നാൽ ഇതൊരു തെറ്റായ കണക്കായിരുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3 കേസുകൾ 32,000 ആക്കി പെരുപ്പിച്ചതിന് അവർ ട്രെയിലറിന്റെ ഡിസ്ക്രിപ്ഷനിൽ 32,000 അല്ല 3 കേസുകളാണെന്ന് പിന്നീട് അവർ തിരുത്തി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു.
സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വളരെ ചെറിയ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയും അതിലൂടെ ഒരു തെറ്റായ പ്രൊമോഷൻ കൊടുത്ത് സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും സിനിമ കണ്ട പ്രേക്ഷകർക്കിടയിൽ മിശ്രിത അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രകോപനങ്ങൾക്കും ഇത് വഴി തെളിയിക്കുകയും ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.